നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൂടുതൽ മെമു ട്രെയിനുകൾ എത്തുന്നു. കൊല്ലം എറണാകുളം റൂട്ടിൽ തിരക്ക് മൂലം ട്രെയിൻ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ പതിവായതോടെയാണ് പാസഞ്ചർ ട്രെയിൻ ഉടൻ അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയത്. കഴിഞ്ഞ ദിവസം കൊല്ലം എറണാകുളം മെമു ട്രെയിൻ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ 5 ദിവസമായിരിക്കും മെമു സ്പെഷ്യൽ സർവീസ് നടത്തുക. ഒക്ടോബർ 7 തിങ്കളാഴ്ച മുതൽ 2025 ജനുവരി 3 വെള്ളിയാഴ്ച വരെ 73 ട്രിപ്പുകളാണ് ഇരു ദിശകളിലേക്കും മെമു സർവീസ് നടത്താൻ ഒരുങ്ങുന്നത്. ഉത്സവകാല തിരക്ക് കൂടി കണക്കിലെടുത്താണ് സ്പെഷ്യൽ മെമു സർവീസ് എന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. കൊല്ലത്ത് നിന്ന് ദിവസവും രാവിലെ 6:15 ആരംഭിക്കുന്ന മെമു സർവീസ് 9:35 എറണാകുളത്ത് എത്തിച്ചേരുകയും രാവിലെ 6:15 ആരംഭിക്കുന്ന മെമു സർവീസ് 9:35 എറണാകുളത്ത് എത്തിച്ചേരുകയും ചെയ്യും. 9:50 എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:30 കൊല്ലത്ത് എത്തിച്ചേരുന്നത്. കോട്ടയം വഴിയാണ് ഇരു സർവീസുകളും നടത്തുന്നത്. പുതിയ മെമു സർവീസ് ആരംഭിക്കുന്നതോടെ പാലരുവി എക്സ്പ്രസിലെയും വേണാട് എക്സ്പ്രസിലെയും തിരക്കിന് കുറവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പെഷ്യൽ സർവീസ് ആയിട്ടാണ് മെമു പ്രവർത്തിക്കുക. നേരത്തെ ട്രെയിൻ യാത്രാ ദുരിതം സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള MPമാർ റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മെമു സർവീസ് ഉടൻ ആരംഭിക്കണമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയത്. കൊല്ലം എറണാകുളം മെമുവിന് പുറമെ എറണാകുളം ബംഗളൂരു, താമ്പരം, കൊച്ചുവേളി റൂട്ടുകളിൽ വീക്കിലി എക്സ്പ്രസ് ട്രെയിനുകളും വേണമെന്ന ആവശ്യവും ഇപ്പോൾ റെയിൽവേ മന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ 2 ട്രെയിനുകളുടെ കാര്യത്തിലും റെയിൽവേ മന്ത്രി അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. മെമു സർവീസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ട്രെയിനുകളും കേരളത്തിന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. 2 ട്രെയിനുകളും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും ഇപ്പോൾ റെയിൽവേ മന്ത്രിയുടെ മുന്നിലുണ്ട്.